എല്ലാ ട്രേഡേഴ്സിനും എല്ലാ ഇൻവെസ്റ്റേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ ആകർഷകം നഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പോൾ ഓഹരി നിക്ഷേപം അല്ലെങ്കിൽ ബ്രോക്കറേജ് ഒക്കെ ഉള്ളത്. നമുക്കതിനെക്കുറിച്ച് നോക്കാം എന്താണെന്നുള്ളത്. 5-ലേറെ മാസങ്ങളായി തുടരുന്ന അസാധാരണ അളവിലുള്ള വില തകർച്ചയുടെ ഫലമായി ഓഹരി നിക്ഷേപത്തിന് ഒരു ആകർഷകത ഇപ്പോൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. മൂലധന നേട്ടത്തിനുള്ള വിവിധ നിക്ഷേപ മാർഗങ്ങളിൽ നിന്ന് ഓഹരി വിപണിയിലേക്ക് വഴിമാറി നടന്നവർ വലിയ തോതിൽ പിന്തിരുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ഇടിവിൽ. ഇതിൻ്റെ സൂചനയാണ് ഡിമാറ്റ് അക്കൗണ്ടുകൾ ആരംഭിക്കുന്നവരുടെയും മ്യൂച്വൽ ഫണ്ട് പദ്ധതികളിൽ ഏറ്റവും ജനപ്രീതി നേടിയ സിപ്പ് എന്ന സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ് പ്ലാനിൽ ചേർന്നവരുടെയും എണ്ണത്തിൽ അനുഭവപ്പെടുന്ന വലിയ തോതിലുള്ള കുറവ്. സ്റ്റോക്ക് ബ്രോക്കിംഗ് വ്യവസായത്തിലെ കമ്പനികളുടെ വരുമാന വളർച്ചയെയും ഓഹരി വിപണിയിലെ ഈ തുടർച്ചയായ ഇടിവ് സാരമായി ബാധിക്കുന്നുണ്ട്. ഇതിൻ്റെ എഫക്റ്റ് അടുത്ത ക്വാർട്ടറിൽ മിക്കവാറും കാണാൻ സാധിക്കാം. ഇടപാടുകളിൽ നിന്ന് സർക്കാരിന് ലഭിക്കേണ്ട നികുതി ഇനത്തിലെ നഷ്ടവും ഭീമമാണ്. അപ്പം ഇതിൻ്റെ ഈ ഇടിവ് സർക്കാരിനെയും ബാധിക്കുന്നുണ്ട്. അതുകൂടാതെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ 1 ഡസനോളം കമ്പനികളാണ് ഓഹരി വിപണികളുടെ ഈ ഇടിവ് മൂലം അവരുടെ IPOയ്ക്ക് അനുമതി ലഭിച്ചിട്ടും വിപണിയിലെ മടുപ്പ് മൂലം മടിച്ചു നിൽക്കുന്നത്. ഡിമാറ്റ് അക്കൗണ്ടുകളുടെ എണ്ണം മൊത്തത്തിൽ വർദ്ധിക്കുന്നുണ്ടെങ്കിലും മുൻകാലങ്ങളിൽ തോതിൽ പുതിയ അക്കൗണ്ടുകൾ ആരംഭിക്കുന്നില്ല. ജനുവരിയിൽ ഏകദേശം 28.3 ലക്ഷം അക്കൗണ്ടുകൾ മാത്രമാണ് രജിസ്റ്റർ ചെയ്തത്. 2023 നവംബറിന് ശേഷം ആദ്യമായാണ് ഇത്രയും കുറഞ്ഞ നിരക്ക്. ഡിസംബറിൽ ഏകദേശം 32.6 ലക്ഷം അക്കൗണ്ടുകൾ ആരംഭിക്കുകയുണ്ടായി. 2024 പ്രതിമാസ ശരാശരി അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യുന്ന പ്രതിമാസ ശരാശരി 38.4 ലക്ഷമായിരുന്നു. അതാണ് ഇപ്പോൾ ജനുവരിയിൽ 28.3 ലക്ഷമായിട്ട് കുറഞ്ഞത്. ജനുവരി അവസാനം വരെയുള്ള കണക്ക് അനുസരിച്ച് നാഷണൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്ററി ലിമിറ്റഡ്, അതായത് NSDL, അതുകൂടാതെ CDSL, ഇതിൽ രണ്ടിലും ആകെ 18.81 കോടി ഡിമാറ്റ് അക്കൗണ്ടുകളാണ് ഉള്ളത്. പല നിക്ഷേപകർക്കും ഒന്നിലേറെ അക്കൗണ്ടുകൾ ഉള്ളതാണ് ഈ കണക്കിന് കാരണം. യഥാർത്ഥത്തിൽ ആകെ നിക്ഷേപകരുടെ എണ്ണം ഏകദേശം 11 കോടിയോളം മാത്രമാണെന്നാണ് ചില കണക്കുകൾ പറയുന്നത്. പക്ഷെ 2-3 അക്കൗണ്ടുകൾ ഉള്ളത് കൊണ്ട് മൊത്തം കണക്കാണ് ഈ 18.81 എന്ന് പറയുന്നത്. ഓഹരി വിപണി മുന്നേറ്റത്തിന്റെ പാതയിൽ തുടർന്നിരുന്നുവെങ്കിൽ അക്കൗണ്ടുകൾ ആരംഭിക്കുന്നവരുടെ എണ്ണത്തിൽ കുറവ് ഉണ്ടാകുമായിരുന്നില്ല, മറിച്ച് വർദ്ധിച്ചേനെ. ഓഹരി വില സൂചികൾ സർവകാല ഹൈയിൽ നിന്നും ഏകദേശം സെപ്റ്റംബറിലാണ് ഹൈ ക്രിയേറ്റ് ചെയ്തത്. സെപ്റ്റംബർ 27 അവിടെ നിന്നാണ് ഇപ്പോൾ ഏകദേശം 14% ഇടിഞ്ഞിട്ടുള്ളത്. നിഫ്റ്റി ഏകദേശം 15% താഴ്ന്നു നിൽക്കുന്നത്. വിപണിക്ക് ഏറ്റവും വലിയ പിന്തുണ നൽകുന്നത് മ്യൂച്വൽ ഫണ്ട് പദ്ധതികളാണ്. അവയുടെ സിപ്പ് നിക്ഷേപ പദ്ധതി പ്രകാരം ജനുവരിയിൽ 56.19 ലക്ഷം അക്കൗണ്ടുകൾ ആരംഭിക്കുകയുണ്ടായി സിപ്പിൽ. എന്നാൽ നിക്ഷേപം നിർത്തിയവരുടെ എണ്ണം 61.33 ലക്ഷം ആണെന്നാണ് അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ഓഫ് ഇന്ത്യ അവരുടെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. പുതിയ അക്കൗണ്ടുകൾ ആരംഭിക്കുന്നതിന് നിരക്കിൽ 6 മാസമാണ് തുടർച്ചയായി ഇടിവ് സംഭവിക്കുന്നത്. ഡിസംബറിൽ ഏകദേശം 10.32 കോടി സിപ്പ് അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നു. ജനുവരിയിൽ അത് 10.27 കോടി മാത്രമാണ്. അതുകൂടാതെ മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന കണക്കാണ്. ഇതിൻ്റെയൊക്കെ ഇമ്പാക്റ്റ് വരുന്നത് അടുത്ത ക്വാർട്ടറിലാണ്. അതായത് ബ്രോക്കിംഗ് കമ്പനിയുടെ പ്ലാറ്റ്ഫോമിലൂടെ ഓഹരി വ്യാപാരത്തിൽ ഏകദേശം 30 മുതൽ 40% ഇടിവുണ്ടായി. അതായത് പലരും ഓഹരികൾ വാങ്ങുന്നില്ല ഒന്നാമത്. അതുകൂടാതെ ട്രേഡിങ് പലരും ലോട്ട് സൈസ് എല്ലാം കൂടിയതുകൊണ്ട് കുറച്ചു. അതുകൂടാതെ മാർക്കറ്റിൻ്റെ ഇടിവിലും ലോട്ട് സൈസ് കുറച്ചിട്ടുണ്ട് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഈ 30 അല്ലെങ്കിൽ 40% ഇടിവുണ്ടായത് എന്ന് പറയും. ഇത് മൊത്ത വരുമാനത്തിൻ്റെയും അറ്റാദായത്തിൻ്റെ കാര്യത്തിൽ വരുന്ന ക്വാർട്ടറിൽ ഈ ബ്രോക്കിംഗ് കമ്പനികൾക്ക് ഇടിവുണ്ടാവാനാണ് സാധ്യത. അപ്പോൾ ഇത്രയുമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ള സംഗതികൾ. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.